നമസ്കാരം. മറയൂർ പഞ്ചായത്തിൽ സഫാരി വാഹനങ്ങൾക്ക് നമ്പർ നൽകുന്ന നടപടിക്ക് തുടക്കമായി. മറയൂർ സ്റ്റേഷനിലെ SI ജീമോൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിൽ നിന്നും നൽകിയിട്ടുള്ള നമ്പർ പതിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രമേ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മുരുകൻമലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മറയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പരിധിയിൽ വരുന്ന സഫാരി ജീപ്പുകൾക്ക് ഒരു കൃത്യത വരുത്തണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ 3 മാസം മുമ്പ് ഇരു ഗ്രാമപഞ്ചായത്തുകളും ഈ പ്രദേശത്തെ സഫാരി ജീപ്പുകൾക്ക് ഒരു പഞ്ചായത്ത് നമ്പർ ഇഷ്യൂ ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഏകദേശം 131 അപേക്ഷകൾ നമുക്ക് പഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ചില സാങ്കേതിക കാരണങ്ങളാൽ 10 അപേക്ഷകൾ നമ്മൾ മാറ്റിവെക്കുകയും 121 ജീപ്പുകൾ യഥാർത്ഥമായ മുഴുവൻ രേഖകളും നിലവിലുള്ള ആ വാഹനങ്ങൾക്ക് ഇന്ന് ഗ്രാമപഞ്ചായത്ത് നമ്പർ അനുവദിക്കുകയാണ്. ഈ നമ്പർ അനുവദിക്കുന്നത് മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പരിധിയിൽ വരുന്ന ടൂറിസ്റ്റുകളെ മറയൂരിൻ്റെ വിവിധ ടൂറിസം പോയിന്റുകളിൽ എത്തിക്കുകയും അവർക്ക് കൃത്യമായുള്ള സേവനങ്ങൾ നൽകുകയും തിരിച്ച് സുരക്ഷിതമായി മറയൂരിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി. ഇവിടുത്തെ പൊതു താല്പര്യത്തെ മുൻനിർത്തിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മറയൂർ പഞ്ചായത്തിൻ്റെ പ്രധാന ടൂറിസം പോയിന്റായ മുരുകൻമലയിൽ ഈ വരുന്ന 1-ാം തീയതി മുതൽ എൻട്രൻസ് ഫീസോട് കൂടിയാണ് മുരുകൻമലയിലേക്ക് ജീപ്പുകളെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കടത്തിവിടാനായിട്ട് ഉള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി രാവിലെ 6 മണി മുതൽ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുകയും വൈകുന്നേരം 6 മണിയാണ് ആ ടൂറിസം പോയിന്റിലേക്ക് കടന്നു പോകുന്നതിനുള്ള സമയവും. 6:30-ക്കുള്ളിൽ നമ്മുടെ അവിടുത്തെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് തിരിച്ച് വരുന്ന ടൂറിസ്റ്റുകൾ മലയിൽ നിന്നും അല്ലെങ്കിൽ ആ ടൂറിസം പോയിന്റിൽ നിന്നും തിരിച്ചിറങ്ങി 6:30-ക്ക് തന്നെ ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരു ജീപ്പ് ഒന്നിന് 50 രൂപ വെച്ച് ജീപ്പിൽ ആ പ്രദേശം കാണുന്നതിന് വരുന്ന ആളുകളിൽ നിന്ന് ഈടാക്കാനും അതോടൊപ്പം തന്നെ മറ്റ് മാർഗത്തിൽ കൂടെ വരുന്ന ആളുകൾക്ക് ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തന്നെ വാഹനം നിർത്തി നടന്നു പോകുന്നതിന് ഒരാളൊന്നിന് 10 രൂപയുമാണ് പഞ്ചായത്ത് ഈടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പ്രാദേശികമായ അവിടുത്തെ കുരിശുപള്ളിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് വരുന്ന ആളുകൾക്കോ ഫീസ് ഈടാക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടില്ലാത്തതാകുന്നു. ഈ ചെക്ക് പോസ്റ്റ് ഹരിതകർമ്മസേനയും മറയൂരിലെ കുടുംബശ്രീയുമാണ് ഈ ചെക്ക് പോസ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സംവിധാനം നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കൃത്യനിഷ്ഠയോടുകൂടി ഈ പരിപാടികൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പരിപാടി ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ട് 1-ാം തീയതി മുതൽ ഈ പ്രദേശത്തേക്ക് വരുന്ന കാന്തല്ലൂർ മറയൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അംഗീകൃത രജിസ്ട്രേഷൻ എടുത്ത വാഹനങ്ങൾക്ക് മാത്രമേ ഈ പ്രദേശത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. മറ്റു വരുന്ന ആളുകൾ, ആ നമ്പർ ലഭിക്കാത്ത വരുന്ന ആളുകൾ താഴെ പാർക്ക് ചെയ്യുകയും അതിനുശേഷം ആളുകൾ സുരക്ഷിതമായി മുകളിൽ പോയി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരേണ്ട സാഹചര്യത്തിന് അതിനനുകൂലമായി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ഒരു കൃത്യതയോടുകൂടി ഈ ടൂറിസം പോയിന്റിൽ വരികയും അതിനെ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പരിപാലിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ പരിപാടി പഞ്ചായത്തും അതോടൊപ്പം തന്നെ സഫാരി ജീപ്പുകളുടെയും ഓപ്പറേറ്റർമാരും കൂടി സംയുക്തമായി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് മുഴുവൻ ഇതിൻ്റെ സഫാരി ജീപ്പുകളുടെയും ഈ പ്രദേശത്തെ മറ്റ് ടൂറിസവുമായി കടന്നു വരുന്നവരും സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് SI ജീമോൻ അഗസ്റ്റിൻ ക്ലാസ് എടുത്തു. മെമ്പർ K അലി സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗം ചന്ദ്രശേഖർ R, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.